2021-ലുണ്ടായ അതിതീവ്ര മഴയെ തകർന്നു വീണ മൂന്നലൂർ പഞ്ചായത്തിലെ കടപ്പുഴ പാലം പുനർനിർമ്മിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ് എം.പി. പറഞ്ഞു. ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ഫ്രാൻസിസ് ജോർജ് എം.പി., മാണി സി കാപ്പൻ എം.എൽ.എ. എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി. PMGSY പദ്ധതി ആവിഷ്കരണ വിഭാഗത്തിലെയും ദേശീയപാത വിഭാഗത്തിലെയും ഉദ്യോഗസ്ഥരാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി സ്ഥലം സന്ദർശിച്ചത്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ, കേന്ദ്ര ഗോത്രകാര്യ വകുപ്പ് മന്ത്രി ജുവൽ ഓറം എന്നിവർക്ക് ഫ്രാൻസിസ് ജോർജ് എം.പി. നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തിയത്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഏക പട്ടികജാതി പട്ടികവർഗ പഞ്ചായത്തായ മൂന്നിലവിലെ കടപ്പുഴ പാലം അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ലോക്സഭയിലെ ശൂന്യവേളയിൽ ഉന്നയിച്ചപ്പോൾ ഈ പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടുമെന്നും കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് പാലം നിർമ്മിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു. പാലം തകർന്നോടെ മലഞ്ചെരുവുകൾ നിറഞ്ഞ പഞ്ചായത്തിലെ ഭൂരിപക്ഷം ജനങ്ങളുടെയും സഞ്ചാരം ദുഷ്കരമായിരിക്കുകയാണ്. ആശുപത്രികൾ, സ്കൂൾ, കോളേജ് എന്നിവിടങ്ങളിലേക്ക് ജനങ്ങൾക്ക് പോകാൻ 20 കിലോമീറ്ററിലധികം യാത്ര ചെയ്യേണ്ട അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചു വരികയാണെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. അവസാനം കോടതി കേസ് കൊടുത്തു. കോടതി പറഞ്ഞ 6-ാം തീയതിക്കുള്ളിൽ ഈ ജൂൺ 6-ന് AS കൊടുത്തിരിക്കുന്നു. ടെക്നിക്കലി കോടതി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു AS കൊടുക്കുക, പിന്നെ പേപ്പർ പെൻഡിങ്. അങ്ങനെ വന്നപ്പോഴാണ് ഫ്രാൻസിസ് ജോർജ് വഴി ഞങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് അദ്ദേഹം പ്രൈം മിനിസ്റ്റർക്കും കൺസേൺഡ് മന്ത്രിക്കും കത്ത് കൊടുക്കുകയും അദ്ദേഹവുമായിട്ട് ചർച്ച നടക്കുകയും ചെയ്തു. ബാക്കി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ് തീർച്ചയായിട്ടും ഇത് പരിഗണിക്കാം. ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു പ്രൈവറ്റ് സെറ്റിൽമെൻറ്റിലേക്കുള്ള ഏക വഴി എന്നുള്ള നിലയിൽ ഈ റോഡും പാലവും പുനർനിർമ്മിക്കുന്ന കാര്യത്തിൽ നടപടി സ്വീകരിക്കാം എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരോട് ഇത് പരിശോധിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സമാന്തരമായി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ട് ഉപയോഗിച്ച് കഴിയുമെങ്കിലും നിർമ്മിക്കണം എന്നുള്ള ആവശ്യം ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷായോട് ഉന്നയിച്ചിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് അനുസരിച്ച് പാലം പുതുക്കിപ്പണിയാൻ 4 കോടിയും അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് 8 കോടിയും രൂപയാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാർ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെന്ന് ഫ്രാൻസിസ് ജോർജ് എം.പി., മാണി സി കാപ്പൻ എം.എൽ.എയും പറഞ്ഞു. PMGSY എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിന്ദു വേലായുധൻ, ജിറ്റ് ജോസഫ്, ദേശീയപാത വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ KM അരവിന്ദ്, മൂന്നലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചാർലി ഐസക്, ഷാന്റിമോൾ സാം, ജോഷി ജോഷുവ, ജെയിംസ് മാത്യു തെക്കൽ, MP കൃഷ്ണൻ നായർ, ജോർജ് പുള്ളിങ്കാട്, തങ്കച്ചൻ മുളങ്കുന്നം, ഷൈൻ പാറയിൽ, റെജി മിറ്റത്താനി എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു.